ഓണാഘോഷം ഉത്സവമാക്കുകയാണ് ഡൽഹിയിലെ മലയാളികൾ. പൂക്കളവും വഞ്ചിപ്പാട്ടും വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി ഒത്തുചേരലിന്റെ സന്തോഷത്തിലാണ് മറുനാടൻ മലയാളികളും. ആട്ടവും പാട്ടും ആരവങ്ങളുമായി ഡൽഹി മലയാളികളുടെ ഓണാഘോഷങ്ങളിലേക്ക്. നീലകണ്ഠ തമ്പൂരാനേ നീലകണ്ഠ തമ്പൂരാനേ നീലകണ്ഠ തമ്പൂരാനേ ദേവാ ദേവാ പത്മനാഭ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ആഘോഷങ്ങളും ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. വലിയ ആഘോഷ പരിപാടികളാണ് ഡൽഹി മലയാളികൾക്ക് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് 6000-ലധികം പേർക്ക് സദ്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 31-ലധികം വിഭവങ്ങൾ ചേർത്തുള്ള വലിയ ആഘോഷകരമായിട്ടുള്ള സദ്യയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയും ലീവ് എടുത്തിട്ടാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികളടക്കം എത്തിയിരിക്കുന്നത്. വലിയ ആഘോഷ ദിനങ്ങളാണ് ഇനിയിപ്പോൾ ഡൽഹി മലയാളികൾക്ക് ഓണം സംബന്ധിച്ച് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇനി അടുത്തുള്ള 3 മാസക്കാലമായിട്ട് ഡൽഹി മലയാളികളുടെ ഓണ ആഘോഷം ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ്. നമുക്ക് അവരുടെ ആഘോഷങ്ങളിലേക്ക് പങ്കുചേരാം. ഓണാഘോഷമൊക്കെ എവിടം വരെ ആയിട്ടുണ്ട്? ഓണാഘോഷം ഇങ്ങനെ തകൃതിയായി തന്നെ പോകുന്നു. പിന്നെ ഡൽഹിയിലായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഈ പറഞ്ഞ പോലെ നമുക്ക് നാട്ടിലെ പോലെ അത്ര ബഹുലമായിട്ടില്ലെങ്കിൽ കൂടിയും ഈ അമ്പലത്തിൽ വരുന്നത് ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം തന്നെയാണ്. സന്തോഷമാണ്. നാട്ടിലെ ഓണാഘോഷമാണ് ഇവിടുത്തെ ഓണാഘോഷമാണ് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ളത്? ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. എപ്പോഴും നാട്ടിൽ ആഘോഷിക്കുമ്പോൾ ആ ഒരു ഫീൽ തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വി മേക്ക് അവർ സെൽസ് ഫീൽ ലൈക്ക് ഹോം. എല്ലാവരും മലയാളികൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു നാട് ഒരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതില്ല. ഇപ്പം ഇവിടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാളികളെക്കാൾ കൂടുതൽ ഇപ്പം നമ്മൾ ഡൽഹിയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം, അവർക്ക് അതിലേറെ സന്തോഷമാണ്. ഒരുപാട് ആൾക്കാർ സുഹൃത്തുക്കളുണ്ട് ഇവിടെ. മലയാളികൾക്കെന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെ ഓണം തീരുമ്പോഴും ഇവിടെ ഓണാഘോഷങ്ങൾ അങ്ങോട്ട് ഓരോ ദിവസങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഇനി അങ്ങോട്ട് കുറേ ദിവസങ്ങൾ, ഇപ്പോൾ കോളേജിലെ പരിപാടികളാണെങ്കിലും മലയാളി സംഘടനകളുടെ പരിപാടികളാണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിലാണ് അത് ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ഒരു ഓണം ഫീല് തന്നെയാണ് ഡൽഹിയിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിലുള്ളത്. ഡൽഹിയിലത്തെ ഓണം ഇങ്ങനെ ഇവിടെ ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ വന്നു, നന്നായിട്ട് പോണു. വേറെ അതെ അതെ അതാണ്, അതിലോട്ടാണ് ഉറ്റുനോക്കുന്നത്, സദ്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അതിലാണ് ഇങ്ങോട്ട് എത്തിയതും. ഇവിടെ നാട് മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റീനെ കാണുമ്പോഴത്തേക്കും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കൊടുത്തത്. അപ്പം ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം. അമ്പലത്തിൽ ഇന്ന് വന്ന് തൊടാൻ വന്നതാണ്. വീട്ടിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സദ്യയൊക്കെ വളട്ടാൻ ഞങ്ങളൊരു 25 വർഷമായി ഡൽഹിയിലിട്ട്. ഡൽഹിയിലെ ഓണാഘോഷമാണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടും, മലയാളി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടെ കൂടി ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത്. നാട് വിട്ടു നിൽക്കുന്ന ചെറിയ സങ്കടം ബാക്കിയുണ്ടെങ്കിലും ഡൽഹിയിലെ ആഘോഷങ്ങളും കളറാക്കുകയാണ് മറുനാടൻ മലയാളികളും. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ഹരി മുണ്ടൂരിനൊപ്പം സജു തോമസ്, മീഡിയ 1.